ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അനേകം അവസരങ്ങളിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. യേശു പ്രാർത്ഥിച്ചതായി നാം കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് യേശുവിൻ്റെ മരണത്തിന് മുമ്പ് യേശു ഗെത്സമനെ തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചതാണ്. എന്നാൽ ആ പ്രാർത്ഥന കൂടാതെ അനേകം സ്ഥലങ്ങളിൽ യേശു പ്രാർത്ഥിച്ചതായി നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു. അവയിൽ 2 പ്രാർത്ഥനകൾ നമുക്ക് ആദ്യം വായിക്കാം. മർക്കോസ് 1:35. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. മറ്റൊരു വചനം കൂടി വായിക്കാം. ലൂക്കോസ് 6:12 വായിക്കാം. ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. യേശു ദൈവമാണെങ്കിൽ യേശു എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നെ ആരോട് പ്രാർത്ഥിച്ചു? ഈ ചോദ്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഈ ചോദ്യം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും ചർച്ചകൾക്കും കാരണമാകാറുണ്ട്. ചിലർ യേശുവിൻ്റെ പ്രാർത്ഥനയെ യേശുവിൻ്റെ ദൈവീകത്വത്തിനെതിരായ തെളിവായി അവതരിപ്പിക്കുന്നു. മറ്റു ചിലർ ചോദിക്കുന്നത്, ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കുമോ? ഈ ചോദ്യത്തിനു പിന്നിലെ ആത്മീയവും യുക്തിപരവുമായ കാരണങ്ങൾ എന്താണെന്ന് വേദപുസ്തകത്തിലൂടെ അന്വേഷിക്കാം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലാകണമെങ്കിൽ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം ആദ്യം നാം മനസ്സിലാക്കിയിരിക്കണം. യേശു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു? ഈ ചോദ്യത്തിന് പലരും ഒരു ലളിതമായ ഉത്തരം അന്വേഷിക്കുന്നു. എന്നാൽ വേദപുസ്തകം ഈ ചോദ്യത്തിന് നൽകുന്ന ഉത്തരം വളരെ ആഴമുള്ളതാണ്. ഈ ഉത്തരത്തിനായി നാം പഴയ നിയമത്തിലെ 3 പ്രധാന വ്യക്തികളെയും ഒരു വചനത്തിനെയും പരിശോധിക്കാം. ആദ്യം ആ പഴയ നിയമവചനം വായിക്കാം. യിരെമ്യാവ് 32:27. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഈ വാക്യത്തിൽ യഹോവ താൻ സർവശക്തനാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതായത് യഹോവയ്ക്ക് അസാധ്യമായത് ഒന്നുമില്ല. യഹോവ ജീവനും മരണത്തിനും മേലുള്ള അധികാരിയാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. ഈ വചനം വായിച്ചിട്ടുള്ളവർ ആദ്യം ചിന്തിക്കുക, ഈ യഹോവ തന്നെയല്ലേ ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത്? ആ വചനം വായിക്കാം. യോഹന്നാൻ 1:1 വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതായത് വചനം ദൈവമായിരുന്നു. യിരെമ്യാവിൻ്റെ എഴുത്തുപ്രകാരം വചനം യഹോവയായിരുന്നു. ഈ യഹോവ തന്നെയാണ് യോഹന്നാൻ 1:14 പ്രകാരം മനുഷ്യനായത്. യോഹന്നാൻ 1:14. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അങ്ങനെ യിരെമ്യാവിൽ നാം കണ്ട സകല ജഡത്തിൻ്റെയും ദൈവം തന്നെ ജഡമായപ്പോൾ നാം യേശുവിനെ കാണുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പ്രാർത്ഥനയെ മനസ്സിലാക്കുവാൻ യേശു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ആരായിരുന്നുവെന്ന് മനസ്സിലാക്കണം. യഹോവ ജഡമായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവൻ ദൈവത്വം ഉപേക്ഷിച്ചില്ല, മനുഷ്യ സ്വഭാവം ധരിച്ചുവെന്നേയുള്ളൂ. അതിനാൽ യേശുവിന് ഒരേ സമയം ദൈവീക സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന യേശുവിൻ്റെ ദൈവീകത്വത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അവൻ്റെ അവതാരത്തിൻ്റെ ആഴവും അവൻ്റെ രക്ഷാപദ്ധതിയുടെ മഹത്വവും വെളിപ്പെടുത്തുന്നു. ഇനി യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എങ്ങനെ മോശയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്ന് നോക്കാം. പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിച്ചപ്പോൾ ദൈവത്തിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചതായി നാം വായിക്കുന്നു. എന്നാൽ മോശെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിന്നു. പുറപ്പാട് പുസ്തകം 32:31-32 വചനങ്ങൾ വായിക്കാം. അങ്ങനെ മോശെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണമേ.
മോശെ തന്റെ ജനത്തിനായി സ്വയം അർപ്പിക്കുവാൻ തയ്യാറാകുന്നു. മോശെ ഒരു മധ്യസ്ഥനായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോശെ പാപം ചെയ്ത തന്റെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നു. പക്ഷേ മോശയ്ക്ക് ഒരു പരിധിയുണ്ടായിരുന്നു. തന്റെ ജനങ്ങളുടെ പാപം തന്റെ മേൽ വഹിക്കുവാൻ മോശയ്ക്ക് കഴിയില്ലായിരുന്നു. യേശു എന്ന മധ്യസ്ഥന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു മോശെ. 1 തിമോത്തിയോസ് 2:5. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശുവിൽ നാം യഥാർത്ഥ മധ്യസ്ഥനെ കാണുന്നു. മോശെ മലമുകളിൽ പ്രാർത്ഥിച്ചു, എന്നാൽ യേശു ഗെത്സമനയിൽ പ്രാർത്ഥിച്ചു. മോശെ തന്റെ ജനങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. യേശു കുരിശിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. മോശയും യേശുവും തന്റെ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥന മോശയുടെ പ്രാർത്ഥനയുടെ പൂർണ്ണതയായിരുന്നു. യേശുവിൻ്റെ ഗെത്സമനയിലെ പ്രാർത്ഥന കേൾക്കാം. മത്തായി 26 36 39 വചനങ്ങൾ വായിക്കാം. അനന്തരം യേശു അവരുമായി ഗെത്സമനെ എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ടു ചെന്ന് കവിണ്ണു വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകേണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ യേശുവിൻ്റെ മനുഷ്യ സ്വഭാവമാണ് കാണുന്നത്. ആദാം പറഞ്ഞത് എൻ്റെ ഇഷ്ടം നടക്കട്ടെ, എന്നാൽ അവസാന ആദാമായ യേശു പറഞ്ഞത് നിന്റെ ഇഷ്ടം നടക്കട്ടെ. ആദാം ദൈവഹിതത്തിനെ നിരസിച്ചു, എന്നാൽ അവസാന ആദാമായ യേശുക്രിസ്തു ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങി. യേശുവിൻ്റെ ഈ പ്രാർത്ഥനയെ അവൻ്റെ ബലഹീനതയായി ചിലർ കാണുന്നു. യേശു പ്രാർത്ഥിച്ചതിനാൽ യേശു ദൈവമല്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. എന്നാൽ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പ്രാർത്ഥിച്ച ഇതേ യേശു മരിച്ചവരെ ഉയിർപ്പിക്കുന്നതായി നാം കാണുന്നു. പ്രാർത്ഥിച്ച ഇതേ യേശു കാറ്റിനെയും തിരമാലയെയും ശാസിച്ച് ശാന്തമാക്കുന്നു. പ്രാർത്ഥിച്ച ഇതേ യേശു പാപങ്ങളെ ക്ഷമിച്ചു കൊടുത്തു, ആരാധന സ്വീകരിച്ചു. പഴയ നിയമത്തിലെ ഞാനാകുന്നു എന്ന യഹോവയുടെ പദവി സ്വയം യേശു സ്വീകരിച്ചു. ഇനി പഴയ നിയമത്തിലെ മഹാപുരോഹിതനുമായുള്ള ബന്ധത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥനയെ കാണാം. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ ജനങ്ങളുടെ പ്രതിനിധിയായി അതിവിശുദ്ധ സ്ഥലമായ ദൈവസന്നിധിയിൽ പ്രവേശിക്കുമായിരുന്നു. ലേവ്യപുസ്തകം 16 34 വായിക്കാം. സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്കു വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യേശു നമ്മുടെ മഹാപുരോഹിതനാണെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നു. എബ്രായ ലേഖനം 7 25 26 വചനങ്ങൾ വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. യേശു മനുഷ്യരാശിയുടെ പ്രതിനിധിയായി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. അതിനാൽ യേശുവിൻ്റെ പ്രാർത്ഥന അവൻ്റെ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. യേശു പ്രാർത്ഥിച്ചത് ബലഹീനതയുടെ അടയാളമല്ല, നമ്മെ രക്ഷിക്കുവാനായി നമ്മുടെ സ്ഥാനത്ത് നിന്നതുകൊണ്ടാണ്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥനായി മാറി. ഗെത്സമനയിൽ പ്രാർത്ഥിച്ച യേശു ഇന്നും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. 1 യോഹന്നാൻ 2 വായിക്കാം. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവസാനമായി യേശുവിൻ്റെ പ്രാർത്ഥനയെ ദാവീദുമായുള്ള ബന്ധത്തിൽ വീക്ഷിക്കാം. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ഒരു രാജാവിനെ കാണുന്നു. ദാവീദിൻ്റെ പ്രാർത്ഥനകൾ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കൂടിയായിരുന്നു. ഉദാഹരണത്തിന് സങ്കീർത്തനങ്ങൾ 22 1 വായിക്കാം. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? കുരിശിൽ യേശു ഇതേ വാക്കുകൾ ഉച്ചരിക്കുകയുണ്ടായി. മത്തായി 27 46. ഏകദേശം 9 മണി നേരത്ത് യേശു
ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. ദാവീദ് രാജാവിന്റെ പ്രാർത്ഥനകളുടെ അന്തിമ നിറവേറലായിരുന്നു യേശുവിന്റെ പ്രാർത്ഥനകൾ. യിരെമ്യാവ് 32-ാം അധ്യായത്തിന്റെ 27 എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച യഹോവ നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്ന് മരിച്ചവരെ ഉയിർപ്പിച്ചു. മരിച്ചവരെ ഉയിർപ്പിച്ച അതേ യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് യേശുവിൻ്റെ ബലഹീനതയുടെ തെളിവല്ല, അത് അവൻ്റെ സ്നേഹത്തിൻ്റെ തെളിവായിരുന്നു. ഗെത്സമനയിൽ പ്രാർത്ഥിച്ചവൻ തന്നെയാണ് കാൽവരിയിൽ മരിച്ചത്. കാൽവരിയിൽ മരിച്ചവൻ തന്നെയാണ് 3-ാം ദിവസം ഉയിർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ മഹാപുരോഹിതനായി നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത്. യേശു പ്രാർത്ഥിച്ചത് തൃത്വത്വത്തിലെ 3 വ്യക്തികളിലൊരാളായ പിതാവിനോടായിരുന്നു. യേശുവിന്റെ പ്രാർത്ഥന ഒരു താഴ്ന്നവൻ ഉയർന്നവനോട് സംസാരിക്കുന്നതല്ല, മറിച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ആശയവിനിമയമായിരുന്നു. യേശു പ്രാർത്ഥിച്ചപ്പോൾ മോശയുടെ മധ്യസ്ഥത പൂർത്തിയാകുന്നു, മഹാപുരോഹിതന്റെ സേവനം പൂർത്തിയാകുന്നു, ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ നിറവേറുന്നു. യേശു മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിച്ചു, മനുഷ്യർക്കു വേണ്ടി മരിച്ചു, മനുഷ്യർക്കു വേണ്ടി ഉയിർത്തെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു.